സത്യം പറഞ്ഞാൽ ഇന്ന് പോകാനായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വൈകിട്ട് 6 മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് കവറിന്റെ പേരും ഇതിന്റെ ഉള്ളിലുള്ള സാധനം തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ. ഇത് എന്താണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഇട്ടേക്കുന്നത് ന്യൂറിഗേറ്റ് ഡ്രസ് ആണ്. ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ അപ്പച്ചനെ ഊബറൊക്കെ കയറ്റി വിട്ടു. നമ്മളിപ്പോൾ മരട് ന്യൂക്ലിയസ് മോളിലേക്കാണ് കേട്ടോ ലൊക്കേഷൻ വെച്ചേക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ ചേച്ചിയുടെ അടുത്തേക്ക് പോട്ടോ. കാരണം കല്യാണ ചേച്ചി മരടിലേക്ക് വരുന്നുണ്ട്. നാളെ യൂട്യൂബിന്റെ ഒരു ഇവന്റ് ഉണ്ട്. എത്താറായപ്പോൾ ഊബർ ചേട്ടൻ ഫ്രണ്ടിലേക്ക് ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, ആന നിൽക്കുന്നത് കണ്ടോ, അമ്പലത്തിൽ ഉത്സവമാണ്, വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, ഇവിടെ ഇറങ്ങിക്കോളാം. ആനയൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടി വന്നേ. ചേട്ടൻ എന്നെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ എന്റെ കൂടെ വന്ന് ഇപ്പുറത്തേക്ക് ആക്കിയിട്ടാണ് കേട്ടോ. കല്യാണ ചേച്ചി കൊല്ലത്തുനിന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി ലേറ്റ് ആവും. ചേച്ചിയുടെ അനിയൻ ഇവിടെ മരടിലുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയില്ലേ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെ. മാത്രമല്ല ഇന്ന് അൻവറിന്റെ ബർത്ത്ഡേയും കൂടെയാണ്. അതും കൂടെ കൊണ്ടാട്ടോ നമ്മൾ എല്ലാവരും കൂടി ഇന്നിങ്ങനെ കൂടാന്ന് വിചാരിച്ചേ. അവൻ വാങ്ങിയത് ഏഷ്യാടും ഞാൻ കഴിച്ചത് ഇടിച്ചു കുത്തിയ പുട്ടുമാണ്. രവീണ വന്നു കഴിഞ്ഞാൽ എനിക്ക് നാളെ ഇവന്റിന് പോകാനുള്ള ഡ്രസ്സ് എന്റെ കയ്യിൽ കിട്ടുള്ളൂ. കാരണം രവീണയുടെ അഡ്രസ്സിലേക്കാണ് ഞാൻ മിന്ത്രയിൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കല്യാണ ചേച്ചി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട് മീൻസ് കല്യാണ ചേച്ചിയുടെ കൊച്ചച്ഛന്റെ വീടാണ്. കൊണ്ടുവന്ന സാധനം കൊഴുക്കട്ടയാണ്. കാരണം 2 ദിവസം കഴിഞ്ഞ കൊഴുക്കട്ട ശനിയാണ്. ഇന്ന് തന്നെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാ അവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞിട്ട് അമ്മച്ചി പെട്ടെന്ന് ഉണ്ടാക്കി തന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ട് ചെയ്യാനുള്ള കേക്കും എന്റെ ഡ്രസ്സും ഒക്കെ കൊണ്ട് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ബൈക്കിൽ രവീണ സേട്ടനും എത്തി. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യം മുറിച്ചിട്ട് അവൻ തന്നെ ആദ്യത്തെ കഷ്ണം വായിൽ വെച്ചു. ഇതാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്ന ഡ്രസ്സ്. രവീണയുടെ അഡ്രസ്സിൽ കറക്റ്റ് ദിവസമായിരുന്നു കേട്ടോ ഡെലിവറി കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യണമായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ അവന് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ എല്ലാം വാരി പെറുക്കി രാത്രിയായിട്ടും അപ്പക്കൂട്ടം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അവരുടെ കൂടെ കുറച്ച് ഗെയിം ഒക്കെ കളിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങി. അപ്പോൾ അത്രയോട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.